ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സൈദാസ് ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും എവിടെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾക്കൊരു ഈസി ആയിട്ടുള്ളൊരു ഹോം ഡെക്കോർ ചെയ്യാം കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നൊരു ബോട്ടിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ നമ്മളുടെ പരിപാടി ഒരു ബോട്ടിലിൽ തന്നെ ചെയ്യാമെന്ന്. നമ്മൾക്ക് ആദ്യം തന്നെ ബോട്ടിലിനൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രീം കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കണത്. നമ്മൾ സ്പോഞ്ച് കൊണ്ടാണ് കേട്ടോ പെയിൻറ്റ് ബോട്ടിലേക്ക് കൊടുക്കണത്. ഞാൻ എടുത്തിട്ടുള്ള പെയിൻ്റ് ഒരു ക്രീം കളറാണല്ലോ, അതുകൊണ്ട് ഞാൻ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഓൾന്ന് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ നന്നായി ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു. നന്നായി ഡ്രൈ ആയതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കിനി രണ്ടാമത്തെ കോട്ട് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ. അതും സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബോട്ടിൽ പെയിൻറ്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ഒരു കോട്ട് പെയിൻറ്റ് ഡ്രൈ ആവണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ നമ്മൾ പാക്കിങ്ങിനൊക്കെ എടുക്കണേ ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബ്രൗൺ പേപ്പർ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു 2-3 വേണം കേട്ടോ. ഇപ്പം നമ്മൾ മടക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ, ഈ ഒരു മടക്കിയെടുത്തതിനെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുത്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ കിട്ടുക. അതിന് ശേഷം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതേപോലത്തെ 3-4 വേണം കേട്ടോ. ഇപ്പം ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബോട്ടിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിലിൽ എന്താണ് ചെയ്യണേ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിലിൻ്റെ പിന്നിലുണ്ടല്ലോ വലിയൊരു കഥ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ബോട്ടിലൊക്കെ കാണുമ്പോൾ റോട്ടിൽ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടുക. അങ്ങനെ ഞാനും ഉമ്മയും നല്ല ബോട്ടിലൊക്കെ കണ്ടപ്പോൾ ഒരു പറമ്പിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെ കുപ്പികൾ എടുക്കാൻ വേണ്ടി ഞാൻ നിന്ന് ഉമ്മ ഇറങ്ങി ഉമ്മ കുപ്പി ഇങ്ങനെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു അച്ചാച്ചനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ചാച്ചൻ ചോദിച്ചു എന്തിനാണ് മോളെ എന്നൊക്കെ ചോദിച്ച് ബോട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് അച്ചാച്ചൻ അങ്ങനെ പെയിൻറ്റ് ചെയ്യാനൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതല്ലേ എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീടൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ നല്ല ബോട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഇവിടുന്ന് വന്ന് പറിക്കാൻ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. പറഞ്ഞ് നല്ല ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസത്തിൽ നമുക്ക് ഓരോന്ന് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അച്ചാച്ചനുണ്ടല്ലോ പാവം, എനിക്ക് 2 ചാക്ക് നിറച്ചിങ്ങനത്തെ ബോട്ടിലുകൾ അച്ചാച്ചൻ്റെ ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് കുറേ കുപ്പികൾ കിട്ടിയിട്ടോ. ഇപ്പോൾ ബോട്ടിലിൽ ക്ലേ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പെയിൻറ്റിങ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പിങ്കും റെഡും വൈറ്റും ആണ് പെയിൻറ്റ് കൊടുക്കണത്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ കവർ കൊണ്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മടക്കിയെടുത്തതിൻ്റെ താഴെ ഒരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ലീഫിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ലീഫ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത് വെച്ച ഒരു ബോട്ടിലിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നമുക്ക് കളഞ്ഞിട്ടണ ബോട്ടിലും വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ഒരു കവറും കൊണ്ട്
നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ, ഒരു കുഞ്ഞ് ഡെക്കോറാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലും പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.